ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഞാൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? വേറെ നല്ല ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ചുഴലി അമ്പലത്തിൽ തന്നെയാണ്. അപ്പോൾ കർക്കിടക മാസമല്ലേ, കർക്കിടകത്തിന് തുടങ്ങുന്ന സംക്രാന്തിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് 5 ആറങ്ങാനായി, കർക്കിടക ആറങ്ങാനായി. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഏട്ടമ്മയുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന്. മക്കളൊന്നും എണീറ്റിട്ടില്ല, അവരൊന്നും വരുന്നില്ല. നന്ദു ഇന്നലെ പറഞ്ഞിന് വരുന്നേണേ, പക്ഷെ ഇന്നിപ്പോൾ വിളിക്കുമ്പം ചെറിയൊരു മടി എണീക്കെ. പിന്നെ ഞാനും പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ദിവസം പോവാ, തണുപ്പത്ത് എണീറ്റ് കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ വേഗം റെഡിയാവട്ടെ. ഹൃദയാണ് എണീറ്റിട്ട് വീണ്ടും മക്കളെടുത്ത് പോയി കിടന്നിട്ടുണ്ട് കേട്ടോ, അഥവാ അവർ എണീറ്റെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പോയി വന്നിട്ട് ആകുമ്പോൾ ഇനി ചായയും കടിയെല്ലാം ആക്കാം, വേഗം അമ്പലത്തിൽ പോയിട്ട് വരാം. ഇന്ന് രാവിലെ അങ്ങനെ മഴയൊന്നുമില്ല, അതുകൊണ്ട് വേഗം റെഡിയായിട്ട് വരാം കേട്ടോ. ഞാൻ പോവാൻ റെഡിയായി. നമ്മൾ പോവാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുങ്ങനെ ഇല്ലു. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചെന്ന്. അടച്ചക്ക അവരകത്ത് കിടക്കുമല്ലായിരുന്നു. മഴ കുറച്ചൊന്ന് കുറഞ്ഞേരം നമ്മളിതാ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഏട്ടമ്മയും ആളും കൂടിയാണ് പോകുന്നത്. കുട്ടാപ്പി വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണോ, വൈകുന്നേരം ആയാലും പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് നമ്മളെ കിളയിലെ വെള്ളമെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മൂന്നാളും കൂടെ പോവുകയാണ്. കർക്കിടകത്തിന് ഞാൻ പറഞ്ഞില്ലേ സംക്രാന്തിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് 2 ദിവസമായി ഇങ്ങനെ അമ്പലത്തിൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ ചുഴലി അമ്പലത്തിൽ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് മാമാനത്തും പറശ്ശിനിയിലും ചെറുകുന്ന അമ്പലത്തിലെല്ലാം പോകണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോയിട്ടുണ്ടെങ്കിൽ വരും ദിവസം നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഇതാ അമ്പലത്തിൽ കയറി. പിന്നെ ഏട്ടമ്മ ഇതാ പുഷ്പാഞ്ജലി അയക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കർക്കിടക മാസത്തിലൊരു സ്പെഷ്യലായിട്ട് എന്താപ്പോൾ ഗണപതി ഹോമൂല്ലേ, അത് കഴിപ്പിക്കലുണ്ട്. അങ്ങനെ അതെല്ലാം കഴിപ്പിച്ചു. ബുധനാഴ്ചത്തേക്കാണ് കഴിപ്പിച്ചത്. അങ്ങനെ നമ്മൾ തൊഴുതു. പിന്നെ അമ്പലം ചുറ്റം വന്നിട്ടില്ല കേട്ടോ, ഭയങ്കരമായിട്ട് വഴുക്കുന്നതുകൊണ്ട് ചുറ്റം വന്നിട്ടില്ല. പ്രസാദമെല്ലാം മേടിച്ചിട്ട് ഇതാ നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരെ ഇതാ മടപ്പുരക്കലും കൂടെ തോതിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. തിരുവമ്പാടി അമ്പലത്തിലും പോകാമെന്ന് വിചാരിച്ചിനി, പക്ഷെ നേരം വൈകിയതുകൊണ്ട് പോയിട്ടുണ്ടായിട്ടില്ല. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലെല്ലാം പോയി ഒന്ന് തൊഴുത് വന്നാൽ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണല്ലേ. ദിവസം അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ പോകാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും തിരക്കല്ലേ. വീട്ടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ തന്നെ എപ്പോഴും നമുക്ക് തിരക്കായിരിക്കും. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പോവും. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസം ആരെങ്കിലും ബർത്ത്ഡേയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോവും. പിന്നെ ഉത്സവത്തിനെല്ലാം പിന്നെ എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മടപ്പുരക്കലും കയറി തൊഴുവാണ്. അപ്പം മടപ്പുരേൻ്റെ ഉള്ളും നന്നായിട്ട് വഴുക്കുന്നുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ വെള്ളം കയറിയത്. അപ്പോൾ ഈ മടപ്പുരേൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിനെ, അതുകൊണ്ട് തന്നെ നല്ലോണം വഴുക്കുന്നുണ്ടായിന്. പേടിച്ചാണ് ചുറ്റം വന്നിന് കേട്ടോ. പക്ഷേ അന്ന് ഉച്ചക്ക് തന്നെ അവർ വന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ടായിനെ. മടപ്പുരക്കിലെ എല്ലാ ആൾക്കാരെല്ലാം വന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇപ്പം വഴുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളന്ന് രാവിലെയല്ലേ പോയത്, അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിന്നിന്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ അവർ ഫുള്ള് ക്ലീൻ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മടപ്പുരക്കെല്ലാം പോയി ആടന്നും കുറി തൊട്ടിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടികളെല്ലാം. സമയം ഏകദേശം 8 മണിയെങ്ങാനായിട്ടുണ്ടായിനെ. നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ പൂജയ്ക്ക് വേണ്ടി അടച്ചു. അങ്ങനെ എല്ലാം കൂടെ ലേറ്റായിപ്പോയി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് പ്രതിയായിട്ട് എണീറ്റിട്ടുണ്ടായിനി. മക്കൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പ്. രാവിലെ കുളിയും പല്ലുതേപ്പെല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതാ പിള്ളേർക്ക് കൊണ്ടുവച്ച് ബേക്കറി എന്തോ കുഞ്ഞു നുറുക്കങ്ങാൻ എടുത്തിട്ട് ഞാൻ തിന്നു വന്നിട്ടാ. എന്നെപ്പോലെ സ്വഭാവമില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണേ. എനിക്കില്ലേ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പാടെ എന്തെങ്കിലും തിന്നണം. അത് എന്തോ ഒരു ഭയങ്കര ശീലമാണ്. ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റപ്പാട് പല്ല് തേക്കാറില്ല കേട്ടോ. പല്ല് തേക്കും, പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കൂല. ഞാനൊന്ന് മുഖമെല്ലാം കഴുകി കൈകൊണ്ടൊന്ന് പല്ല് തേച്ചിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുക. എന്നിട്ട് പ്രതിയാടിനും പണിക്ക് പോയി മക്കളെയും സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കുക. എന്നിട്ട് അപ്പാട് ചായ കുടിക്കും കേട്ടോ. അത് എന്ത് സ്വഭാവമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയേട്ടാ. എൻ്റെ സ്വഭാവമല്ല, എനിക്ക് പല്ല് തേച്ച് അപ്പാട് കഴിക്കണം. പക്ഷെ എനിക്ക് അത്രയും രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് പല്ല് തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലത്തെ സ്വഭാവമില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. ആദ്യം ഇതാ കട്ടൻ ചായക്ക് വെള്ളം വെക്കുവാനേ. ആ ഗ്യാപ്പിൽ പൃഥ്വിയേട്ടൻ എനിക്ക് തേങ്ങയെല്ലാം പൊട്ടിച്ചിരുന്നുണ്ട്. ചായക്ക് കടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ കോഴിയാണെങ്കിൽ രാവിലെ മുതലേ ഭയങ്കര കുഴപ്പമാണ്. അതാണ് പൃഥ്വിയേട്ടൻ പോയിട്ട് ഇങ്ങനെ അവിടെ നിർത്തി നോക്കി
നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറണ്ടടുപ്പ് വാങ്ങിയതോടെ എപ്പോഴും ചായ വെക്കുന്നത് കറണ്ടടുപ്പിൽ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചായപാത്രം പോയി, അത് വല്ലാണ്ട് ചോരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ബോണിയിലാണ് ഞാൻ ചായ വെക്കൽ. അതേപോലെ ചൂടുവെള്ളം ഒരു വലിയ സ്റ്റീൽ പാത്രമുണ്ട്, അതിൻ്റെ അകത്താണ് കേട്ടോ ചൂടുവെള്ളം ഇപ്പം വെക്കൽ. ഇത് രണ്ടും കറണ്ടടുപ്പ് തന്നെയാണ്. പിന്നെ മഴയായതുകൊണ്ട് പുറത്തടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ഗ്യാസ്മലാണ് ബാക്കി ചോറും ചായേൻ്റെ കടിയെല്ലാം ആക്കൽ കേട്ടോ. അപ്പോൾ പൃഥ്വിയേട്ടൻ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കോയിനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കലാന്ന് കേട്ടോ. കോഴി കുഴപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. രാവിലെ എണീറ്റാൽ തുടങ്ങും കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാക്കും. പക്ഷെ രാവിലെ തന്നെ അതിനെ ഇളക്കി വിടാനും തോന്നൂല, ഭയങ്കര നായി ശല്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ തന്നെ നോക്കി നിൽക്കണം. അപ്പോൾ പൃഥ്വിയേട്ടൻ അത് കോഴിയോട് അടി കിട്ടും മിണ്ടാണ്ടെന്നോന്നെല്ലാം പറയലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മീൻകാരൻ വന്നിട്ട് പോയി. അപ്പം ഞാൻ കുറച്ച് നത്തൽ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഇനി ഇതാ ചായേൻ്റെ കടിയാക്കാൻ പോകുന്നു. അപ്പോൾ തലേന്നേ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പച്ചരി. അപ്പോൾ രാവിലെ അരച്ച് ദോശ ഇടാമെന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകിയെടുക്കാൻ പോകുന്നു. അപ്പോൾ അരി എന്തായാലും വേഗം കഴുകിയിട്ട് അരക്കട്ടെ. ഞാനിന്ന് ചോറ് കൂട്ടുന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ ചോറും ഉള്ളിയും കൂട്ടി അരക്കലുണ്ട്. ഇന്ന് ഞാൻ തേങ്ങയും ഉള്ളിയും ജീരകമെല്ലാം കൂട്ടിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചുടുന്നത്. അതിൻ്റെത് ഞാനൊരു ദിവസം ഇട്ടിട്ടുണ്ടായിനെ ആ ദോശ ഞാൻ ചുടുന്ന വീഡിയോ, അതുകൊണ്ട് അത് കാണിക്കുന്നൊന്നുമില്ല. ഞാൻ വേഗം എന്തായാലും അരി ഇറക്കട്ടെ. ലേറ്റായിട്ട് അമ്പലത്തിൽ പോയിട്ട് കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നിന്. പിന്നെ പൂജയുടെ സമയം ആയതുകൊണ്ട് കുറേ സമയം നിൽക്കേണ്ടി വന്നു, അതുകൊണ്ട് ലേറ്റായി. 8 മണി ആയിട്ടുണ്ട്. വേഗം ചായയും കടി ആക്കട്ടെ മക്കൾ എണീക്കുമ്പോഴത്തേക്ക്. ചായ റെഡിയായി. ദോശക്കില്ല അരി അരച്ചു വെച്ചു. പിന്നെ ചൂടുവെള്ളം ഞാൻ നേരത്തെ എണീറ്റപ്പാട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇനി വേഗം ദോശ ഇടണം, ചോറ് വെക്കണം, മീൻ മുറിക്കാനുണ്ട്, നത്തൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുറിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വേഗം നോക്കട്ടെ. പിന്നെ ഞാൻ വേഗം ഗ്യാസ് കത്തിച്ചിട്ട് ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളവും വെച്ചു, മറ്റേ അടുപ്പത്ത് ദോശപാത്രവും വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം ഒരു സൈഡിൽ നിന്ന് ചോറാകുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് വേഗം ദോശയാക്കാമല്ലോ. അങ്ങനെ നമ്മളെ കൂട്ടിയതാ ഞാൻ അരിയും തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ദോശ വേഗം ചുട്ടിട്ടെടുക്കുവാണ്. അപ്പോൾ ഇത് നല്ല ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ട് വേഗം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വേഗം ചുട്ട് പാത്രത്തിൽ വെക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നമ്മൾ തലേന്ന് രാത്രി അരി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി കേട്ടോ. ആദ്യം അരി മാത്രം അരച്ച് ഒഴിച്ചിട്ട് പിന്നെ ഈ ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെ ഒന്നിങ്ങനെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ടാലും മതി. എന്നിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ദോശയാവും കേട്ടോ. ചൂടോടെ തിന്നാൻ നല്ല സൂപ്പറാണ്. കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. കറി വേണ്ടവർക്ക് കറിയും കൂട്ടി കഴിക്കാം, പക്ഷേ ഇതിന് കറി വേണമെന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ദോശയെല്ലാം അടുത്ത് റെഡി ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം അരിയും അടുപ്പത്തിട്ടു കേട്ടോ. ഞാൻ നൂർജഹാൻ അരിയാണ് ഇട്ടിട്ടുണ്ടായി. അല്ല നൂർജഹാൻ അല്ല, കുറുവയാണ് ഇട്ടിട്ടത്. കുറുവേരിയ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഒന്ന് പതച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ റൈസ് കുക്കറല്ല, നമ്മളതിതാണ് ചൂടാറപ്പെട്ടിയില്ലേ, മറ്റേ പരിഷത്തിൻ്റെ എന്താ പറയുക തെർമോക്കോളിൻ്റെ ചൂടാറപ്പെട്ടിയില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വാങ്ങിയാടെ വെക്കും. എന്നിട്ട് കുറച്ച് സമയം ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ചോറ് വന്നിട്ടുണ്ടാവുമേ. എന്തോ ഒരു ഒച്ച കെട്ടിട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ദേവൂട്ടി എണീറ്റിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല മൂഡിലാണ് എണീറ്റിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. കരഞ്ഞുകൊണ്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം തീർന്നു കേട്ടോ. ഭയങ്കര വാശിയും കാര്യങ്ങളായിരിക്കും. പിന്നെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാ എണീറ്റപ്പാട് വേഗം കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടും എടുത്തുകൊണ്ടെല്ലാം നടന്നു. നന്ദുവിന് ഞാൻ പിന്നെ കുറേ സമയം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദു എങ്ങനെ എണീക്കുന്നില്ല, ലീവല്ലേ അമ്മയെന്നും പറഞ്ഞിട്ട് എണീക്കുന്നേ ഉണ്ടായിട്ടില്ല. പക്ഷെ നന്ദുവിന് കാരാട്ട ക്ലാസ്സിന് പോകാനുണ്ട് 10 മണിക്ക്. അപ്പം നേരത്തെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചാലല്ലേ ആ സമയമാകുമ്പോൾ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതാ ദേവൂട്ടിയോട് കുറേ കഥയും പറഞ്ഞ് പാട്ടും എല്ലാം പാടിയിട്ട് ദേവൂട്ടിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കലാണ്. അപ്പോഴത്തേക്ക് പിന്നെ നല്ല നന്ദൂട്ടി എണീറ്റു. പിന്നെ ദേവൂട്ടി അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞു കുറച്ച് സമയം അമ്മ കളിപ്പിച്ചില്ലേ, ഇനി അച്ഛൻ്റെ അടുത്തേക്ക് ഓടുന്നിട്ട് അങ്ങനെ ദേവൂട്ടി പോയി. പിന്നെ കുറച്ച് നേരം നന്ദുവിൻ്റെ കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ രാവിലെ ഇതേപോലെ മക്കളെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റൂല. വേഗം പോയി അവരെ എണീപ്പിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടും. പിന്നെ ഇപ്പം പൃഥ്വിയേട്ടനുള്ളതുകൊണ്ട് പൃഥ്വിയേട്ടൻ നോക്കും ദേവൂട്ടിൻ്റെ കാര്യം. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അമ്മ ഞാൻ വരാട്ടാ, ഞാൻ വരേ, ആദ്യം കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്മ ഞാൻ വരുന്നുണ്ട് കേട്ടാ, ഞാൻ വരുന്നുണ്ടേ അമ്പലത്തിൽ.
രാവിലെ ഞാൻ ഒരു 6:30 ഞാൻ വിളിച്ചു, മോളെ അമ്പലത്തിൽ വരുന്നില്ലേ, കിടക്കണ്ട അമ്പലത്തിൽ വരുന്നില്ലേ, ആ എണീക്ക്, ഇല്ല ഞാൻ ചെന്ന് എണീക്കൂലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ കിടന്നുറങ്ങിക്കോ, തണുപ്പത്ത് കുളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാനും വല്യമ്മയും മാളേച്ചിയും പോയിട്ട് വന്നത്. അയ്യോ ദേവു കേൾക്കണ്ട, ദേവു ഇപ്പോൾ എൻ്റെ ഡ്രസ്സും ചന്ദനക്കുറിയെല്ലാം കണ്ടിട്ട് അമ്മ എവിടെയാ പോയിനീന്ന് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടാ. ഞാൻ പറഞ്ഞു എവിടെയും പോയിട്ടില്ല, അമ്മേൻ്റെ വേറെ കുപ്പായൊന്നും ഉണങ്ങാത്തത് കൊണ്ട് അമ്മ ഇത് നല്ലതൊന്നല്ല, പിന്നെ എന്നാലും ഞാനങ്ങനെ വീട്ടിലിടലൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം അടുത്തെല്ലാം പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണേ. അപ്പോൾ ദേവുട്ടിക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് അമ്മ എടുത്തിട്ടതാണ്. പിന്നെ അമ്മ രാവിലെ കുളിച്ചതുകൊണ്ട് കുറി തൊട്ടിയാണ് എന്നെല്ലാം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അപ്പുറത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇയാളെ കുത്തി വേണം എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണീറ്റു. ഇനി വേഗം പല്ലിയേച്ച് ചായയെല്ലാം കുടിക്കും. കരാട്ട ക്ലാസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പനി വന്നേ പിന്നെ 2-3 ക്ലാസ്സായി പോവാത്തത്. പിന്നെ 10 മണിക്ക് കരാട്ട ക്ലാസ്സിന് പോകണം. അപ്പം വേഗം റെഡി ആയിക്കോ, എണീറ്റിട്ട് കേട്ടാ. മുടിയൊന്നും കെട്ടാണ്ടായി ഇന്നലെ കിടന്നിനേതാ. ദോശയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ദോശയ്ക്ക് കറി വേണ്ട. പക്ഷെ തലേന്നത്തെ വഴുതനങ്ങ തേങ്ങ വറുത്തരച്ച് കറി വെച്ചത് കുറച്ച് ബാക്കിയുണ്ടായിനെ. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവരും ദോശയുടെ കൂടെ അതും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. ബാക്കിയില്ലെന്ന് ഞാനും കൊടുത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കറി കൂട്ടി കഴിക്കാനും. അങ്ങനെ ഇതാ ഏട്ടമ്മയും വൃത്തിയായിട്ടും എല്ലാവരും ഉണ്ട്. ടി വി കണ്ടുകൊണ്ട് നിൽക്കലാണ്, ന്യൂസാണ് ഇപ്പം 5-6 ദിവസം എന്ന് പറഞ്ഞതുപോലെ ഫുൾ ടൈം ന്യൂസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും. ആ കർണാടകയിൽ മണ്ണിടിച്ചില്ല മറ്റേ അർജുനെ കാണാണ്ടായിട്ടില്ലേ, അപ്പോൾ അതെന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ അത് കണ്ടാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുകയില്ല കേട്ടോ. നമുക്കതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഇപ്പം നമ്മൾ മിക്കവാറും ഫുൾ ടൈം ടി വിയുടെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഈ വാർത്തയും കണ്ടുകൊണ്ട്. അങ്ങനെ വേഗം ചായയെല്ലാം കുടിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ഇതാ കുട്ടാപ്പിയും മാളും ട്യൂഷന് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൂടി ഇതാ കൊണ്ടാക്കാൻ വേണ്ടി പോവാന്ന്. നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ദേവോട് പോകണ്ടാന്ന്. പിന്നെ ദേവൂട്ടി ഇതാ കോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല മഴയാണ്. അവർ പകുതിക്ക് എത്തിയിട്ടുണ്ടാവും. ഞാൻ അന്നേരം പറഞ്ഞിന് മഴ പെയ്യും. ദേവൂട്ടിയോട് ഞാൻ പോകണ്ടെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ്, പക്ഷെ ദേവൂട്ടി കേട്ടിട്ടില്ല കേട്ടാ. മഴ പെയ്യുമ്പോഴത്തേക്ക് കറണ്ടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ പണികൾ ഇപ്പം നടക്കൂല. ഫുൾ എൻ്റെ അടുക്കള കണ്ടാ ഇരുട്ടാണ് കേട്ടാ. ഞാൻ അതാ കണ്ട ചെറിയ വെളിച്ചം ഉണ്ടാവും, എന്നാലും ഒരു സുഖം കിട്ടുമല്ലോ നമുക്ക് ഈ അടുക്കളയിൽ നിന്നിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കണ്ട ഫുള്ള് ഇരുട്ടാണ്. അപ്പം ഞാൻ മീൻ മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേഗം കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനി എന്തായാലും അത് ഇവിടെ എടുത്ത് വെക്കാം, കുറച്ച് സമയം നോക്കാം. മീൻ തേങ്ങ അരച്ച് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ കറണ്ട് വരുമോ നോക്കാം. അപ്പം എന്തായാലും കറണ്ട് വരട്ടെ, എന്നിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാട്ടോ. അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കാം. നോക്കട്ടെ, എന്തെങ്കിലും കുഞ്ഞു വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യാം അപ്പോഴത്തേക്ക്. കുട്ടാപ്പിനെയും മാളുവിനെയും കൊണ്ടാക്കിയിട്ട് ഇതാ പ്രതിയാടിനും ദേവും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരാകെ നനഞ്ഞൊലിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുമെന്ന് വെച്ചിട്ട് നോക്കി നിൽക്കലായിരുന്നു. പക്ഷെ ഇവർ നനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇവർ പോയെടുത്ത് മഴ പെയ്തിട്ടേ ഇല്ല പോലും. ഒരുപാട് ദൂരെയൊന്നുമല്ല, കുറച്ചപ്പുറത്ത് തന്നെയാണ്, വെള്ളായിത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടാക്കാൻ പോയത്. അപ്പം അങ്ങോട്ടേക്ക് മഴ പെയ്തിട്ടേ ഇല്ല പോലും. നമ്മളെടുക്ക നല്ല മഴയും പെയ്തിനി. അപ്പം ഞാനാകെ വിചാരിച്ചു ഇവർ ഫുള്ള് നനഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ദേവൂട്ടി പിന്നെ കോട്ട എടുത്തുകൊണ്ട് ദേവൂട്ടി ഇട്ടിട്ടുണ്ടാവുമായിരിക്കും എന്നെല്ലാം വിചാരിച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിന്. പക്ഷെ അങ്ങോട്ടേക്ക് മഴ പെയ്തിട്ടേ ഇല്ല, അതുകൊണ്ട് പിന്നെ നനഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവരിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ മഴ കഴിയുകയും ചെയ്തിനെ. അങ്ങനെ എന്തായാലും അവരെത്തി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അമ്മയും പൃഥ്വിയേട്ടനും കൂടെ അവർ മരിച്ചെടുത്ത് പോവാന്ന് കേട്ടോ. അപ്പം മരിച്ചത് നമ്മളെ പൃഥ്വിയേട്ടനെയും അതേപോലെ ഏട്ടനെയും പ്രതീക്ഷേട്ടനെയും നമ്മളെ കുട്ടാപ്പിനെയും മാളൂനെയും എല്ലാം പഠിപ്പിച്ച അംഗൻവാടി ടീച്ചറാണ് കേട്ടോ. നമ്മളെ ദേവൂട്ടി നന്ദുട്ടിയെല്ലാം പോയ അംഗൻവാടിയില്ലേ, നിങ്ങൾ ആ ദേവൂട്ടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ അംഗൻവാടിയിലെ മുമ്പത്തെ ടീച്ചറായിരുന്നു കേട്ടോ. ഒരുപാട് വർഷം ഇവിടെ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വേറെ അംഗൻവാടിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിന്. നമ്മൾ നന്ദുവിനെ ചേർക്കുമ്പോഴത്തേക്ക് ആ ടീച്ചർ ഈ അംഗൻവാടിയിൽ നിന്ന് പോയിന്. അങ്ങനെ ടീച്ചർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അങ്ങനെ ഇതാ അമ്മയും പൃഥ്വിയേട്ടനും കൂടെ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. തട്ടേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ ഇത് അവർ രണ്ടാളും മഴയില്ലാത്ത നേരം വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ നേരെ ഇതാ റൂമിൽ പോയി നമ്മളെ പുതപ്പെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല. രാവിലെ പിന്നെ ഞാൻ എണീക്കുമ്പം പിള്ളേരാരും എണീറ്റിട്ടില്ലല്ലോ. പിന്നെ പിള്ളേർ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ തിരക്കിലായിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഒന്ന് കൈ കഴിഞ്ഞേരം വേഗം ആ പുതപ്പെല്ലാം അങ്ങ് മടക്കി വെക്കുവാന്ന് കേട്ടോ.
പിന്നെ റൂമിൽ ആ കാണുന്ന തുണിയെല്ലാം ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് രാത്രി ഹാങ്ങറിൽ തൂക്കിയിടുന്നതാണ് കേട്ടോ. മക്കളെ യൂണിഫോമെല്ലാം ഉണങ്ങണമെങ്കിൽ ഇപ്പോൾ വെയിലില്ലല്ലോ, അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഞാനിങ്ങനെ ഹാങ്ങറിൽ റൂമിൽ കൊളുത്തിയിടും. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഉണങ്ങുമല്ലോ. അങ്ങനെ ഇതാ നമ്മളെ നന്ദുവും ആമിയും കൂടെ കരാട്ട ക്ലാസ്സിന് പോയി. ഇനിയിപ്പം എനക്കെന്താണ് മീൻ മുറിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഇതാ മുടിയെല്ലാം മടഞ്ഞ് കെട്ടി, രാവിലെ കുളിച്ചതുകൊണ്ട് മുടിയെല്ലാം അയച്ചിട്ട് നടക്കുന്ന ഉണ്ടായിന്. അപ്പം വേഗം മുടിയെല്ലാം മടഞ്ഞ് പിന്നെ പൊന്തിച്ച് കെട്ടി. ഇനിയിപ്പം വേഗം മീൻ മുറിക്കണം. മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് തണുപ്പ് പിടിച്ച് കട്ടയായോ എന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ വേഗം നോക്കാൻ പോകുന്നതാണേ. അപ്പോൾ അങ്ങനെ കട്ടയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര തണുപ്പൊന്നും ഇല്ല ഫ്രിഡ്ജിന്, അങ്ങനെ കട്ടയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഇതാ വേഗം മീൻ എടുത്തിട്ട് വന്നു. അപ്പോൾ അതിലൊരു അയിലക്കുഞ്ഞിയും ഒരു മത്തിക്കുഞ്ഞിയും ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ അതിൽ പെട്ടുപോയതായിരിക്കും. അപ്പോൾ ഇതാ 2 മീൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം എന്തായാലും ഞാൻ മീൻ മുറിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ ബാക്കി. അങ്ങനെ വേഗം ഇതാ മീനെല്ലാം മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മീനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അടുത്ത ദിവസത്തേക്ക്. ബാക്കി മീൻ ഇതെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേഗം പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ ഉണ്ടമുളകൊന്ന് മുറിച്ചിട്ടു. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും അതിലേക്ക് മുറിച്ചിട്ടെടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനില്ലേ പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉണ്ടായിന്, അങ്ങനെ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെന്താ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ. അതെല്ലാം ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കണേ. നല്ലോണം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ തിരുമ്പാം. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇതുപോലെ തിരുമ്പി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അതൊന്നവിടെ അടച്ചു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് തുറന്നിട്ടാകുമ്പോൾ നമുക്ക് ആ മീൻ വേവാൻ ആവശ്യത്തിനില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. സ്പൂണിട്ട് നല്ലോണം ഇളക്കണം എന്നില്ല കേട്ടോ, നമ്മളെ മീനെല്ലാം പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലേക്ക് കൂടി ഒന്ന് ആക്കി കൊടുത്താൽ അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല മുളക് കറിയില്ലേ, ആ കറിയാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വെളിച്ചെണ്ണ നനച്ചിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ല വറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ടായിനെ. അപ്പോൾ എനിക്ക് തോന്നി തേങ്ങ അരക്കണ്ടേമോ, ഇതുപോലെ ആക്കിയാൽ മതിയോമോ എന്ന്. അങ്ങനെ ഞാനിത് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ പ്രതിയായിട്ടും ടേസ്റ്റ് നോക്കാൻ കൊടുത്തു. അപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് കറി 2 നേരത്തേക്കും കൂടെ എത്തണ്ടേ. അപ്പോൾ ഈ മുളക് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ, ഞായറാഴ്ച ആയതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് എത്തൂല. അതുകൊണ്ട് പിന്നെ ഞാൻ മനസ്സോടെ കുറച്ച് തേങ്ങയും കുരുമുളകും അരച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ. ഈ നത്തൽ കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങ അരച്ച് വെച്ചാൽ അതിൻ്റെ ഒപ്പം നല്ലോണം കുരുമുളക് ഇട്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ആക്കാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് വെള്ളം ആക്കണമെന്നില്ല, കുറച്ച് നല്ലോണം തേങ്ങയും നല്ലോണം കുരുമുളകും എടുത്തിട്ട് അരച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്പൂണിട്ട് ഇളക്കുന്നുണ്ട്. സ്പൂണിട്ടിട്ട് അധികം ഇളക്കാത്തിയാൽ നല്ലത്, നമ്മളെ മീനെല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മളെ കറി ഇതാ തിളച്ച് പറയുമ്പോൾ എന്തെല്ലോ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറി തിളച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ എനിക്കൊരു പയറുപ്പേരിയും കൂടി ആക്കണം. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് വേണം എനിക്ക് പയറെല്ലാം മുറിച്ച് സെറ്റാക്കാൻ. അങ്ങനെ പിന്നെ ആ കറിയെല്ലാം വാങ്ങിയതിന് ശേഷം ഞാൻ പോയിട്ട് പയറെല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം എടുത്തിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ പയറെല്ലാം മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഇറയത്ത് വന്നിരിക്കുമ്പോൾ നന്ദു പറഞ്ഞത് അമ്മേൻ്റെ തലേന്ന് ഞാൻ പേന എടുത്തരാലോ എന്ന്. പക്ഷേ നന്ദുവിൻ്റെ കളിയെല്ലാം കണ്ടാൽ പേന എടുത്ത് കൊല്ലുന്ന ഞാൻ തോന്നുക, പക്ഷെ ഒന്നുമല്ല കേട്ടോ. താരൻ്റെ പൊടിയില്ലേ, അതാണ് നന്ദു ഇങ്ങനെ നുള്ളിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ, പിന്നെ തലക്കൊരു മസാജ് അല്ലേ, വെറുതെ നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്ന് കൊടുത്തതാണ്. അപ്പോൾ അടുപ്പത്തൻ്റെ വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ വന്നിട്ട് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ നന്ദു കരാട്ടയെല്ലാം കഴിഞ്ഞ് വന്ന് അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ തല ഇങ്ങനെ മസാജല്ല പേ നോക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കറിയെല്ലാം നേരത്തെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പയറ് വറവിത അടുപ്പത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വറവും എല്ലായി അതും വാങ്ങി വെച്ചിട്ട് മക്കളപ്പരം കുറച്ച് നേരം കളിക്കാൻ വേണ്ടി വന്നിരുന്നേ. ഇതേപോലെ ലീവില്ല ദിവസമല്ലേ അവരെ കൂടി ഇങ്ങനെ കളിക്കാനെല്ലാം പറ്റുള്ളൂ. കളി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവരിവിടെ രണ്ടാളും കിടന്നുകൊണ്ട് എന്തെല്ലോ കളിക്കുന്നുണ്ടായിനി. അപ്പം ഞാനും പോയിട്ട് ഒപ്പരം കിടന്നിട്ട് ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇക്കിളിയാക്കിയിട്ടെല്ലാം കളിച്ചു കേട്ടോ. അപ്പോൾ ദേവൂട്ടിയാണെങ്കിൽ ചിരിച്ച് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് തന്നെ പേടിയായിപ്പോയി. കുറേ സമയം ചിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കണക്കായിട്ട് കരയുന്നല്ലേ പറയല്. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഞാൻ കളിയെല്ലാം നിർത്തിയിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോയേട്ടാ. അവരവരുടെ ലോകത്തങ്ങ് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
സമയം 2 മണിയായിട്ടുണ്ട്. നേരം നമ്മൾ ചോറുണ്ണുന്നത് നമ്മളെ സമയം ഇപ്പോൾ 2 മണിയാണ് കേട്ടോ. പൃഥ്വിയേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ 2 മണിയാണ് സമയം. ആ സമയത്തെ പൃഥ്വിയേട്ടൻ കഴിക്കൂലു. അങ്ങനെ നമ്മളെ നല്ല കുറുവിയരി ചോറും പിന്നെ രാവിലെ അമ്മയിന്ന് കപ്പിയും വാട്ടുകപ്പിയില്ലേ, വാട്ടുകപ്പിയും കടലയും കൂടിയാണ് ചായക്കടിയാക്കിയിനി. അപ്പോൾ അത് കൊണ്ടു തന്നിട്ടുണ്ടായിനി, അത് ബാക്കിയുണ്ടായിനി. അങ്ങനെ അതും എടുത്തു ചോറിൻ്റെ അപ്പുറം. പിന്നെ പയറുപ്പേരിയും പിന്നെ നമ്മളെ നത്തൽ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി നത്തൽ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും എടുത്തിട്ട് ടി വിയുടെ അടുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ടി വിയുടെ മുന്നിൽ തന്നെയാണ്. ദേവൂട്ടി ഇതാ ചോറ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അകത്ത് മീൻ മാത്രമാണ് കേട്ടോ നുള്ളിപ്പുറക്കി തിന്നിട്ടുണ്ടായിന്. എന്നെ വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞാണ് ഫോണെല്ലാം പൊത്തുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട്. എല്ലാവരും ടി വിയുടെ മുന്നിൽ തന്നെയാണ്. ഡൈനിങ് ടേബിൾ ഉണ്ടെന്നേ ഇല്ലു, പക്ഷെ ടി വി ഉണ്ടെങ്കിൽ നമ്മൾ ടി വിയുടെ മുന്നിൽ തന്നെ കഴിക്കുക. അപ്പോൾ കുട്ടാപ്പിയും വന്നിട്ടുണ്ട് കേട്ടോ, വാർത്ത കാണാൻ വേണ്ടി വന്നെയാണ്. അടുത്ത ടി വി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് വാർത്തയും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവർ ഇപ്പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതാ വാർത്തയെല്ലാം കണ്ടുകൊണ്ടിരിക്കലാണ്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചോറ് കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് കാണാം. ചോറെല്ലാം ഉണ്ട്. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു, പിന്നെ ഞാൻ ഇവിടെ വന്ന് കിടന്നു കേട്ടോ. കുറച്ച് നേരം ഫോണെല്ലാം കണ്ടിങ്ങനെ കിടന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം 4:30 ആകുമ്പോൾ കുടുംബശ്രീക്ക് പോകണം. ഇപ്പം സമയം 3:20 കേട്ടോ. അപ്പോൾ നമ്മൾ ദേവൂട്ടി ഉറങ്ങി. ഞാൻ പിടിച്ചെടുത്തി ഉറക്കിയതാണ് കേട്ടോ. നന്ദുവിന് 3 മണിക്ക് ബാലസഭ ഉണ്ടായിനെ. അപ്പം നന്ദു അതിന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ഒപ്പരം വിട്ടിട്ടില്ല കേട്ടോ. അടുത്തെല്ലാണെങ്കിൽ വിടും, അല്ലെങ്കിൽ വിടലൊന്നുമില്ല. അപ്പോൾ ഏച്ചി എന്നെ കൂട്ടാണ്ട് പോയി എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിടിച്ച് കിടത്തി ഓരോന്നിങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കരച്ചിൽ ഞാൻ കുടുംബശ്രീക്ക് പോകുമ്പോഴായിരിക്കും വരുന്നതെന്നും പറഞ്ഞിട്ട്. കുടുംബശ്രീക്കും എനിക്ക് കുറച്ച് ദൂരം പോകണം കേട്ടോ ഇന്ന്. അപ്പോൾ മഴയെല്ലാണെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ പൃഥ്വിയേട്ടനുണ്ട് ഇവിടെ, അതുകൊണ്ട് കൂട്ടാണ്ട് പോകാൻ തന്നെ വിചാരിക്കുന്നത്. ഇപ്പം 3:30 ഒരു 4:15 കുടുംബശ്രീക്ക് പോകണം. അതുവരെ വെറുതെ വേറെ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ചായ വെച്ച് കൊടുക്കണം, ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇനി പണികളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ ഇവരെ പഠിപ്പിക്കാനും എഴുതിക്കാനെല്ലാം ഇരിക്കണം. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം ദേവൂട്ടിൻ്റെ ഒപ്പം ഇവിടെ കിടക്കട്ടെ, ഫോണെല്ലാം നോക്കിക്കൊണ്ട്. ഉറങ്ങുന്നില്ല കേട്ടോ, എനിക്ക് പകൽ ഉറങ്ങുന്ന സ്വഭാവമൊന്നുമില്ല. ഇനി രാത്രി എത്ര ഉറക്കൊഴിഞ്ഞാലും പിന്നെ ഞാൻ പകൽ കിടന്നുറങ്ങൂല കേട്ടോ. ലേറ്റായിട്ട് ചിലപ്പോൾ എണീക്കും, ഒരു 7 മണി വരെയെല്ലാം കിടന്നുറങ്ങും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പകൽ ഉറങ്ങുന്ന പരിപാടിയില്ല, പിന്നെ രാത്രി മാത്രമേ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ എന്തായാലും വെറുതെ ഫോണെല്ലാം നോക്കി കിടക്കട്ടെ. അങ്ങനെ കുറച്ച് നേരം കിടന്നു. പിന്നെ ഇത് എണീറ്റ് റെഡിയായിട്ട് കുടുംബശ്രീക്ക് പോവാനേ. സമയം 4:15 അപ്പോൾ ഞാനും ജിഷ്ണേച്ചിയും ഏട്ടത്തിയമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് അന്ന് കാണിച്ച കുണ്ട് കണ്ടം, ഞാൻ ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ലേ, ആ വെള്ളമാണ് കേട്ടോ. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല കേട്ടോ, ഇത് ഒലിച്ചു പോകുന്ന വെള്ളമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി ചാലുണ്ട്. അപ്പോൾ ഒലിച്ചു പോകുന്ന വെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. പിന്നെ നമ്മൾ ഇതിൽ പിള്ളേരെ കീയാനും വിടലില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടത്തുനിന്ന് ഒലിച്ച് വന്നിട്ട് ഇങ്ങനെ പോകുന്ന വെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. അങ്ങനെ നമ്മൾ ഇതാ ഒരു റബ്ബറും തോട്ടത്തിലെത്തി. ഇവിടുന്നൊരു കുന്ന് കയറിയിട്ട് വേണം നമുക്ക് കുടുംബശ്രീയിലെ ചേച്ചിയുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ കുടുംബശ്രീ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മൾ റോഡുമലേ കൂടി വന്നു കേട്ടോ. കുന്ന് കയറാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ദേവൂട്ടി എണീറ്റിട്ടുണ്ടായിന്. പിന്നെ ദേവൂട്ടീൻ്റെ വക എൻ്റെ മുടിയിൽ കുറച്ച് കലാപരിപാടികളെല്ലായിരുന്നു. എനക്കാണെങ്കിൽ ഈ പിള്ളേർ മുടി വലിക്കുന്നത് തീരെ ഇഷ്ടപ്പെടില്ല, തലവേദന എടുത്തിട്ട് രക്ഷയുണ്ടാവില്ല. പിന്നെ മുടിയാണെങ്കിൽ ഇങ്ങനെ തൊടാൻ കാത്തിക്കുന്നതാണ്, ഊരി ഇങ്ങനെ കൈമൽ വരും കേട്ടോ. ഭയങ്കരമായിട്ട് ഇപ്പം മുടി ഒഴിച്ചിലാണ്, എന്താണെന്നറിയില്ല, താരനും ഉണ്ട് വല്ലാണ്ട്. അപ്പോൾ ഇതാ ദേവൂട്ടി ഭയങ്കര കളിയിലാണ്. ഇനിയിപ്പോൾ ചായ വെച്ച് കൊടുക്കണം, ചായക്ക് എന്തെങ്കിലും ഒരു കടിയാക്കണം, പിള്ളേർക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ നന്ദൂട്ടി ഇതാ ചായയെല്ലാം അച്ഛന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിലും മിച്ചറാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാ കുറച്ച് അവിലെടുത്തു. അതിലേക്ക് നമ്മളെ പയ്യോളി മിച്ചറില്ലേ, ഇത് നല്ല അടിപൊളി മിച്ചറാണ് കേട്ടോ. അതിൽ ഒരുപാട് കടലയുണ്ടാവും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടുത്തെ ചോലീത്ത് അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ എപ്പോഴും മേടിച്ചുകൊണ്ട് വെക്കും, ടി വി കാണുമ്പോൾ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിച്ചറായത്. അങ്ങനെ അവിലും മിച്ചറും കൂടെ കുഴച്ചിട്ട് ഇതാ മക്കൾക്ക് കൊടുത്തു. പിന്നെ ഞാനും തിന്നു. പൃഥ്വിയേട്ടന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ പറയലില്ലേ, പൃഥ്വിയേട്ടന് അങ്ങനെ കടികളും കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, തോന്നിയാൽ മാത്രമേ തിന്നൂലൂ. ഇപ്പോൾ പൃഥ്വിയേട്ടൻ കട്ടൻ ചായ കുടിച്ചിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ചായയെല്ലാം കുടിച്ചു. ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചൂടുവെള്ളം കുടിച്ചു. പിന്നെ അതിനുശേഷമുള്ള വീഡിയോസ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. നമ്മൾ ഒരു ഈവനിങ് വരെയുള്ള വിശേഷങ്ങളേ ഉള്ളൂ. പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ മക്കളെ പഠിപ്പിക്കാനിരുന്നു, പിന്നെ ടി വി കണ്ടു, പിന്നെന്താ ഫുഡ് കഴിച്ചു, ഉച്ചക്കത്തെ കറികളെല്ലായിരുന്നു, പിന്നെ കിടന്നുറങ്ങി. അത്രയും രാത്രിക്കത്തത് ഇല്ലു, എന്നാലും ഞാനത് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. കുഞ്ഞതല്ല അല്ലേ, ഒരു 10-25 മിനിറ്റ് ഉണ്ട് വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക.